അലക്ക് സോപ്പ്. സ്വാഗതം. ഈ അധ്യായത്തിൽ തുണികൾ നന്നായി വൃത്തിയാക്കുന്നതും കൈകൾക്കും തുണികൾക്കും മൃദുത്വം നൽകുന്നതുമായ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. എളുപ്പത്തിലും വേഗത്തിലും സ്വന്തമായി അലക്ക് സോപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അലക്ക് സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമെന്ന് കരുതുന്നു. ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്നവ പഠിച്ചിരിക്കും. 1. എന്താണ് കോൾഡ് പ്രോസസ്? അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഘട്ടം ഘട്ടമായി അലക്ക് സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? പുറമേ നിന്നും ചൂട് കൊടുക്കാതെ സോപ്പ് നിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് കോൾഡ് പ്രോസസ്. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കളും പദാർത്ഥങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നടപടി 1. അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള വസ്തുക്കൾ എല്ലാം എടുത്ത് വെക്കുക. കുറഞ്ഞത് 10 ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ്, 1.5 അല്ലെങ്കിൽ 2 ലിറ്റർ സംഭരണശേഷിയുള്ള പ്ലാസ്റ്റിക് മഗ്, 500 മില്ലി ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ചെറിയ മഗ്, ഇളക്കാനുള്ള വസ്തു, വെയിങ് മെഷീൻ, അച്ചുകൾ, പാക്കിംഗ് കവറുകൾ, തുണിക്കഷ്ണം, മാർബിളിന്റെ ഒരു നീണ്ട കഷ്ണം, ചാർട്ട് പേപ്പർ, ചെറിയ ബൗൾ, ഇടത്തരം വലിപ്പമുള്ള ബൗളുകൾ, പശ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് എന്നീ വസ്തുക്കൾ ആവശ്യമുണ്ട്. അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള പദാർത്ഥങ്ങൾ എല്ലാം എടുത്തു വയ്ക്കുക. 100 ഗ്രാം തൂക്കമുള്ള 40 അലക്ക് സോപ്പുകൾ നിർമ്മിക്കുന്നതിന് 1500 ഗ്രാം വെളിച്ചെണ്ണ, 250 ഗ്രാം കോസ്റ്റിക് സോഡ, 1 കിലോഗ്രാം വെള്ളം, 750 ഗ്രാം സ്റ്റോൺ പൗഡർ, 750 ഗ്രാം സിലിക്കേറ്റ്, 1 ഗ്രാം കളർ, 20 ഗ്രാം പെർഫ്യൂം എന്നീ പദാർത്ഥങ്ങൾ ആവശ്യമുണ്ട്. വ്യക്തിഗത സംരക്ഷണത്തിനായി കയ്യുറകളും മുഖം മൂടിയും ഏപ്രണും എടുക്കാൻ മറക്കരുത്. നമ്മൾ കോൾഡ് പ്രോസസ്സിലൂടെ ഘട്ടം ഘട്ടമായി അലക്ക് സോപ്പ് നിർമ്മിക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ സോപ്പ് നിർമ്മിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മതിയെങ്കിലും സോപ്പ് പൂർണ്ണമായും ഉപയോഗിക്കുന്ന വിധത്തിലാകുന്നതിന് 9-10 ദിവസങ്ങൾ എടുക്കും. കോസ്റ്റിക് സോഡ മിശ്രിതം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 4-5 മണിക്കൂറുകൾ മുമ്പേ തന്നെയോ കോസ്റ്റിക് സോഡ മിശ്രിതം ഉണ്ടാക്കണം. വെള്ളത്തിൽ കോസ്റ്റിക് സോഡ ഇടുമ്പോൾ അത് ചൂടാകും. അതുകൊണ്ട് കോസ്റ്റിക് സോഡ മിശ്രിതം തണുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കോസ്റ്റിക് സോഡ മിശ്രിതം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 ലിറ്റർ വലിപ്പമുള്ള പ്ലാസ്റ്റിക് മഗ് എടുക്കുക. സോപ്പ് നിർമ്മിക്കുന്നതിന് പ്ലാസ്റ്റിക് ബക്കറ്റും മഗ്ഗും എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി മഗ് വെയിങ് മെഷീനിൽ വെച്ച് ടയർ ചെയ്യുക. വെയിങ് മെഷീനിൽ 0.0000 കാണിക്കുമ്പോൾ 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള മഗ്ഗിൽ 1 ലിറ്റർ വെള്ളമെടുത്ത് വെയിങ് മെഷീനിൽ വെച്ചിട്ടുള്ള മഗ്ഗിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 250 ഗ്രാം കോസ്റ്റിക് സോഡ ഇടുക. വെയിങ് മെഷീനിൽ അപ്പോൾ 1250 ഗ്രാം കാണിക്കും. അതായത് 1 ലിറ്റർ വെള്ളവും 250 ഗ്രാം കോസ്റ്റിക് സോഡയും. കോസ്റ്റിക് സോഡ വെള്ളത്തിൽ കലരുമ്പോൾ വെള്ളം ചൂടാകും. കോസ്റ്റിക് സോഡ എല്ലാം കലരുന്നതുവരെ ഇളക്കുക. എന്നിട്ട് തണുക്കുന്നതിന് വേണ്ടി 4-5 മണിക്കൂർ നേരം മാറ്റിവെക്കുക. മുന്നറിയിപ്പ്: എപ്പോഴും കോസ്റ്റിക് സോഡ വെള്ളത്തിൽ ഇടുക. വെള്ളത്തിൽ കോസ്റ്റിക് സോഡ ഇടരുത്, അത് അപകടമാണ്. ചിലതരം കോസ്റ്റിക് സോഡ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. മുന്നറിയിപ്പ്: എപ്പോഴും കോസ്റ്റിക് സോഡ വെള്ളത്തിൽ ഇടുക. കോസ്റ്റിക് സോഡയിലേക്ക് വെള്ളം ഒഴിക്കരുത്, അത് അപകടമാണ്. ചിലതരം കോസ്റ്റിക് സോഡ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ തൊലിയിൽ വരൾച്ച, പൊള്ളൽ എന്നിവ ഏൽക്കാതിരിക്കാൻ കൃത്യമായ അളവിൽ കോസ്റ്റിക് സോഡ ശരിയായ അനുപാതത്തിൽ മാത്രം ഉപയോഗിക്കുക.
കോസ്റ്റിക് സോഡ മിശ്രിതം ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നറിയാമല്ലോ. നമുക്കിനി സോപ്പ് മിശ്രിതത്തിന്റെ നിർമ്മാണം എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമുള്ള എല്ലാ പദാർത്ഥങ്ങളും അളന്നെടുക്കുക. വെളിച്ചെണ്ണ എടുക്കുന്നതിന് ഒരു ബൗൾ എടുത്ത് അതിനെ വെയിങ് മെഷീന്റെ മുകളിൽ വെച്ച് ടയർ ചെയ്യുക. വെയിങ് മെഷീൻ 0.000 എന്ന് കാണിക്കുമ്പോൾ ബൗളിൽ ആവശ്യമുള്ളത്രയും എണ്ണ ഒഴിക്കുക. ഇവിടെ നമുക്ക് 1500 ഗ്രാം എണ്ണ ആവശ്യമുണ്ട്. അതിനാൽ വെയിങ് മെഷീനിൽ 1500 എന്ന് കാണിക്കുന്നത് വരെ എണ്ണ ഒഴിക്കുക. ഇങ്ങനെയാണ് പദാർത്ഥങ്ങൾ അളന്നെടുക്കുന്നത്. ഇനി 750 ഗ്രാം സ്റ്റോൺ പൗഡർ അളന്നെടുക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോൺ പൗഡറിന്റെ 750 ഗ്രാം പാക്കറ്റ് ഉണ്ട്. അത് 750 ഗ്രാം തന്നെയെന്ന് ഉറപ്പാക്കാൻ വെയിങ് മെഷീനിൽ വെച്ച് അളന്നു നോക്കുക. ഇത് 750 ഗ്രാമിൽ കൂടുതൽ ഉണ്ട്. അതിനാൽ കൂടുതലുള്ള സ്റ്റോൺ പൗഡർ നീക്കുക. ഇനി 1 ഗ്രാം കളർ അളന്നെടുക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ കളറിന്റെ 1 ഗ്രാം പാക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് വീണ്ടും അളക്കണമെന്നില്ല. കളറുകൾ ഒന്നിച്ചു വാങ്ങുകയാണെങ്കിൽ അളന്നെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ അളന്നെടുത്തത് പോലെ തന്നെയാണ് കളറും അളന്നെടുക്കേണ്ടത്. അടുത്തത് 750 ഗ്രാം സിലിക്കേറ്റ് ആണ്. കളറിനെ പോലെ തന്നെ സിലിക്കേറ്റും അളന്ന് ബോട്ടിലുകളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അവസാനത്തേത് 20 ഗ്രാം പെർഫ്യൂം ആണ്. ഇതും അളന്നിരിക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും അളക്കണമെന്നില്ല. കുറെ അധികം പെർഫ്യൂം ഒന്നിച്ചു വാങ്ങുകയാണെങ്കിൽ അളന്നെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ വെളിച്ചെണ്ണ അളന്നെടുത്തതുപോലെ തന്നെ പെർഫ്യൂമും അളന്നെടുക്കുക. അടുത്ത ഘട്ടത്തിൽ സോപ്പ് അച്ചുകൾ തയ്യാറാക്കി വയ്ക്കുക. കാരണം സോപ്പ് മിശ്രിതം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വൈകാതെ ഉടൻ തന്നെ അച്ചുകളിൽ ഒഴിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സോപ്പ് മിശ്രിതം കട്ടിയുള്ളതായി തീരുകയും അച്ചുകളിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അതിനാൽ സോപ്പ് മിശ്രിതം ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അച്ചുകൾ തയ്യാറാക്കി വെക്കണം. സോപ്പിന്റെ അച്ച് ഉണ്ടാക്കുന്നതിന് അച്ചിന്റെ ഉൾഭാഗത്തെ പ്രതലത്തിലും അതിന്റെ അടിയിലും എണ്ണയിട്ട ശേഷം അച്ചിനെ ഒരു പരന്ന പ്രതലത്തിൽ ഇഷ്ടികകളും മാർബിൾ സ്ലാബും മറ്റും വെക്കുന്നത് പോലെ വെക്കുക. നേരത്തെ അളന്നെടുത്ത 1500 ഗ്രാമിൽ നിന്ന് മാത്രം എപ്പോഴും എണ്ണ എടുക്കുക. സോപ്പിൽ അധികം എണ്ണയില്ല എന്ന് ഉറപ്പുവരുത്താൻ ആണിത്. ഘട്ടം ഘട്ടമായി അലക്ക് സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കോസ്റ്റിക് സോഡ മിശ്രിതം തണുത്തു കാണും. നമ്മൾ സോപ്പ് മിശ്രിതം നിർമ്മിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ആദ്യം തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റിൽ 1500 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ ശരിയായ അനുപാതത്തിൽ മാത്രം ഉപയോഗിക്കുക. കൂടുതൽ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ രാസപ്രവർത്തനം നടത്തുന്നതിന് എണ്ണയ്ക്ക് അനുപാതമായ കോസ്റ്റിക് സോഡ ഉണ്ടാവാതിരിക്കും. ഈ അധികമുള്ള എണ്ണ സോപ്പായി മാറുകയുമില്ല. അത് എണ്ണയായി തന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനെയായാൽ അച്ചിൽ മിശ്രിതമൊഴിക്കുമ്പോൾ അധികമുള്ള എണ്ണ പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്യും. പുറത്തേക്ക് ഒഴുകുമ്പോൾ കളറും പെർഫ്യൂമും അതിൻ്റെ കൂടെ ഒഴുകിപ്പോകാനും സാധ്യതയുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ നിന്നും അല്പം എണ്ണ ചെറിയ ബൗളിലെടുത്ത് അതിൽ അല്പം കളർ ഇടുക. കളറിനെ എണ്ണയിൽ അലിയിക്കുക. ഇനി ഈ കളർ മിശ്രിതം ബക്കറ്റിലുള്ള എണ്ണയിൽ ഒഴിച്ച് നന്നായി ഇളക്കുക.
കളറിനെ മിശ്രിതത്തിൽ മൊത്തമായി ഇടരുത്. പകരം ആദ്യം കളറിനെ എണ്ണയിൽ ഇട്ട് കുഴച്ച് മിശ്രിതമാക്കി ആ മിശ്രിതത്തിനെ സോപ്പ് വെള്ളത്തിൽ ഇടുക. ഇങ്ങനെയാണെങ്കിൽ സോപ്പ് വെള്ളത്തിൽ കളർ മൊത്തമായി കലരും. ബക്കറ്റിൽ കോസ്റ്റിക് സോഡ ഒഴിക്കേണ്ട സമയമായിരിക്കുന്നു. മറ്റു പദാർത്ഥങ്ങൾ ഉള്ള ബക്കറ്റിൽ കോസ്റ്റിക് സോഡ പതുക്കെ ഒഴിക്കുക. എന്നിട്ട് നന്നായി കുഴയ്ക്കുക. ഇനി 750 ഗ്രാം സ്റ്റോൺ പൗഡർ എടുത്ത് ബക്കറ്റിലേക്ക് വിതറി മറ്റു പദാർത്ഥങ്ങളോടൊപ്പം നന്നായി കുഴയ്ക്കുക. എന്നിട്ട് 750 ഗ്രാം സിലിക്കേറ്റ് ബക്കറ്റിൽ ഒഴിക്കുക. നല്ല ശീലങ്ങൾ: ഫില്ലറുകളായ സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ എന്നിവ കൂടുതൽ ഉപയോഗിച്ചാൽ സോപ്പിന്റെ ഗുണം നഷ്ടമാകും. എല്ലാ പദാർത്ഥങ്ങളെയും 30 മിനിറ്റ് നന്നായി ഇളക്കുക. ഇളക്കുന്ന സമയത്ത് സോപ്പ് ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ സോപ്പ് മിശ്രിതത്തിനെ സ്പൂണിൽ എടുത്ത് തിരിച്ച് വീണ്ടും ബക്കറ്റിലേക്ക് ഒഴിക്കുക. സോപ്പ് ഉണ്ടായി തുടങ്ങിയെങ്കിൽ സ്പൂണിൽ നിന്നും കട്ടിയുള്ള മിശ്രിതമായിരിക്കും പതുക്കെ ഇറ്റിറ്റ് വീഴുന്നത്. മുപ്പത് മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ മിശ്രിതം കട്ടിയായി തുടങ്ങും. ഈ സമയത്ത് പെർഫ്യൂം ഇട്ട് നന്നായി ഇളക്കുക. നല്ല ശീലങ്ങൾ: മിശ്രിതം കട്ടിയായി തുടങ്ങുന്ന സമയത്തായിരിക്കണം പെർഫ്യൂം ചേർക്കേണ്ടത്. ഈ സമയത്ത് സപ്പോണിഫിക്കേഷൻ തുടങ്ങിയിരിക്കും. സപ്പോണിഫിക്കേഷൻ സമയത്ത് വെളിച്ചെണ്ണയുടെയും കോസ്റ്റിക് സോഡയുടെയും പൊതു സ്വഭാവം നഷ്ടമാവുകയും അവ കട്ടി കുറഞ്ഞ സോപ്പായി മാറുകയും ചെയ്യും. ആ സമയത്താണ് പെർഫ്യൂം ചേർക്കുന്നതെങ്കിൽ മിശ്രിതത്തിൽ പെർഫ്യൂം നന്നായി കുഴയുകയും സോപ്പിൽ പെർഫ്യൂമിന്റെ സുഗന്ധം നിലനിൽക്കുകയും ചെയ്യും. അഥവാ പെർഫ്യൂം നേരത്തെ ഇടുകയാണെങ്കിൽ ശക്തിയേറിയ രാസമായ കോസ്റ്റിക് സോഡ പെർഫ്യൂമിനെ നിർവീര്യമാക്കുകയും അതിന്റെ സുഗന്ധം കളയുകയും ചെയ്യും. അച്ചുകളിൽ മിശ്രിതം ഒഴിക്കാൻ പാകമായെന്ന് 2 തരത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 1. മിശ്രിതത്തിൽ ചേർത്തിരിക്കുന്ന എണ്ണയുടെ ഗന്ധം നഷ്ടമാവുകയും ഗ്ലിസറിന്റെ മണം വരികയും ചെയ്യും. 2. തുടക്കത്തിൽ ഇളക്കുമ്പോൾ എളുപ്പത്തിൽ ഇളക്കാൻ കഴിയും, പക്ഷേ കട്ടിയാകുമ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുതന്നെ മിശ്രിതം സോപ്പായി കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ സൂചനയാണ്. അച്ചുകളിൽ മിശ്രിതം ഒഴിക്കേണ്ട സമയം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൂടുതൽ കട്ടിയായി തീർന്നാൽ അച്ചുകളിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ കട്ടിയായി തുടങ്ങുന്ന സമയത്തു തന്നെ മിശ്രിതം അച്ചുകളിൽ ഒഴിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ സോപ്പിനെ നല്ല രീതിയിൽ ഫിനിഷിംഗ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കൂ. കട്ടിയായി കൊണ്ടിരിക്കുന്ന ഈ മിശ്രിതം അച്ചുകളിൽ ഒഴിക്കുക. സോപ്പ് അച്ചുകളുടെ മുകൾ ഭാഗം മിനുസമുള്ളതാക്കുക. എന്നാൽ മാത്രമേ നല്ല രൂപത്തിലുള്ള സോപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കട്ടിയാകുന്നതിന് 24 മണിക്കൂർ മാറ്റിവെക്കുക. അടുത്ത ദിവസം സോപ്പ് കട്ടിയായിട്ടുണ്ടാകും. അച്ചുമാറ്റി സോപ്പിനെ കടലാസിൽ നിരത്തിവെക്കുക. നിങ്ങളുടെ 2 തള്ളവിരലുകളും ഉപയോഗിച്ചായിരിക്കണം അച്ചുകളിൽ നിന്നും സോപ്പ് വേർതിരിക്കേണ്ടത്. നഖം ഉപയോഗിച്ച് സോപ്പ് എടുക്കരുത്, കാരണം സോപ്പുകളിൽ പാടുകൾ വീഴാം. സോപ്പ് കാണാൻ കട്ടിയുണ്ടെങ്കിലും അവയെ പാക്ക് ചെയ്യാൻ സമയമായിട്ടില്ല. ഓർക്കുക, നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിന് 1 കിലോഗ്രാം വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്.
ഈ വെള്ളത്തിന്റെ അംശം ഇപ്പോഴും സോപ്പിൽ ഉണ്ടാകും. അതിനാൽ അവ ശരിക്കും ഉണങ്ങുന്നതിന് ഷെൽഫിനകത്ത് ഒരാഴ്ച വെക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ പൊതിയാൻ പാടുള്ളൂ. അച്ചിൽ നിന്നും മാറ്റി ഒരാഴ്ച ഷെൽഫിൽ വെച്ച് ഉണക്കിയതിനു ശേഷമേ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ സോപ്പ് എളുപ്പത്തിൽ അലിയും. സോപ്പ് ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കരുത്, അത് അലിഞ്ഞു പോകും. ഒരാഴ്ച കഴിയുമ്പോൾ സോപ്പ് ഉണങ്ങുകയും അതിന്റെ ഈർപ്പം പോവുകയും ചെയ്യും. ഇനി അവ പൊതിയാവുന്നതാണ്. ആദ്യം സോപ്പിനെ സോപ്പ് കവറിൽ പൊതിഞ്ഞ് പശയോ സെല്ലോ ടേപ്പോ ഉപയോഗിച്ച് കവറിന്റെ അറ്റം ഒട്ടിക്കുക. കണ്ട കാര്യങ്ങൾ 11 നടപടികളായി നമുക്ക് അവലോകനം ചെയ്യാം. 1. സോപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 4-5 മണിക്കൂറുകൾ മുൻപേ തന്നെയോ കോസ്റ്റിക് സോഡ മിശ്രിതം ഉണ്ടാക്കണം. 2. പ്ലാസ്റ്റിക് ബക്കറ്റിൽ 1500 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുക. 3. ചെറിയ ബൗളിൽ അല്പം എണ്ണയെടുത്ത് അതിൽ കളർ അലിയിക്കുക. 4. ബക്കറ്റിലുള്ള വെളിച്ചെണ്ണയിൽ ഈ കളർ മിശ്രിതം ഒഴിച്ച് നന്നായി കുഴയ്ക്കുക. 5. തണുപ്പിച്ച കോസ്റ്റിക് സോഡ ബക്കറ്റിൽ മറ്റ് പദാർത്ഥങ്ങളോടൊപ്പം ചേർത്ത് നന്നായി കുഴയ്ക്കുക. 6. 750 ഗ്രാം സ്റ്റോൺ പൗഡർ എടുത്ത് ബക്കറ്റിൽ വിതറി മറ്റ് പദാർത്ഥങ്ങളോടൊപ്പം നന്നായി കുഴയ്ക്കുക. 7. 750 ഗ്രാം സിലിക്കേറ്റ് ബക്കറ്റിൽ ഒഴിച്ച് അരമണിക്കൂർ നന്നായി ഇളക്കുക. 8. കട്ടിയായി കൊണ്ടിരിക്കുന്ന ഈ മിശ്രിതത്തിൽ പെർഫ്യൂം ചേർത്ത് നന്നായി ഇളക്കുക. 9. കുഴമ്പ് രൂപത്തിലുള്ള ഈ മിശ്രിതം അച്ചുകളിൽ ഒഴിച്ച് ഉണങ്ങുന്നതിന് 24 മണിക്കൂർ വയ്ക്കുക. 10. അടുത്ത ദിവസം അച്ചു മാറ്റി സോപ്പിനെ കടലാസിൽ നിരത്തി വയ്ക്കുക. 11. ഒരാഴ്ച കഴിയുമ്പോൾ സോപ്പ് ഉണങ്ങുകയും അതിന്റെ ഈർപ്പം പോവുകയും ചെയ്യും. ഇനി അവ പൊതിയാവുന്നതാണ്. എന്താണ് കോൾഡ് പ്രോസസ് എന്നും അലക്ക് സോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമുള്ള പദാർത്ഥങ്ങളും വസ്തുക്കളും എന്തൊക്കെയാണെന്നും കോൾഡ് പ്രോസസ്സിലൂടെ ഘട്ടം ഘട്ടമായി അലക്ക് സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നും നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നമ്മൾ വിജയകരമായി അലക്ക് സോപ്പ് നിർമ്മിച്ചിരിക്കുന്നു. പഠനം ആസ്വദിച്ചെന്ന് കരുതുന്നു. നന്ദി.